ഉസ്താദ്, നിങ്ങളെപ്പോലെ ചില ആളുകളെ കൊണ്ട് ഇവിടെ ദീനുൽ ഇസ്ലാം പൊളിഞ്ഞു പോവാണല്ലോ, എന്തിനാണ് നിങ്ങളുടെ വെറുതെ കറാമത്ത് പറഞ്ഞ് നിങ്ങളെ ചില ആളുകളൊക്കെ വല്ലാതെ കലാമത്ത് പറഞ്ഞിട്ട് ദീന് പൊളിഞ്ഞു? ഞാൻ ചോദിച്ചു, മൊഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹുവിന്റെ കറാമത്ത് ഇത്രയും കാലം പറഞ്ഞിട്ട് ആരെ മറുപടി പറഞ്ഞു തീർക്കാനും ആർക്കാ സാധിച്ചത്? മൊഹീദ്ദീമാല ഇപ്പോഴും ചർച്ച ചെയ്യപ്പെടുകയാണ്. അപ്പൊ അള്ളാഹുവിന്റെ ഔലിയാക്കളെ കുറിച്ച് പറയുന്നത് അവരെ ഉൾക്കൊള്ളുന്ന ആളുകൾക്കാണ്. പരിശുദ്ധ ഖുർആൻ അത് മുഅ്മിനീങ്ങൾ യഹ്ദി ബിഹി കസീറൻ വയുദില്ലു ബിഹി കസീറ. അള്ളാഹുവിന്റെ അമ്പിയാക്കളെ കുറിച്ചും ആ അമ്പിയാക്കളുടെ ഓരോരോ ചലനങ്ങളും അത് അള്ളാഹുവിന്റെ കഴിവാണ്, ഖുദ്റത്താണെന്ന് മനസ്സിലാക്കുമ്പോൾ അള്ളാഹ് ചെറുതാവുകയല്ല വലുതാവുകയാണെന്ന് മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ ഔലിയാക്കൾ ഉലമകളല്ലാത്ത ഏത് ഔലിയാക്കളാണുള്ളത്? മഹാനായ ശൈഖുനയുടെ കറാമത്ത് ഇങ്ങനെ പറഞ്ഞിട്ട് ഇവിടെ ഹിദായത്ത് നഷ്ടപ്പെടുത്തണോ? ഞാൻ ദുബായില് ഷാർജയിൽ നിൽക്കുമ്പോൾ ഒരു സഹോദരനെ വിളിച്ചു, ഉസ്താദ്, നിങ്ങളെപ്പോലെ ചില ആളുകളെ കൊണ്ട് ഇവിടെ ദീനുൽ ഇസ്ലാം പൊളിഞ്ഞു പോവാണല്ലോ, എന്തിനാണ് നിങ്ങളുടെ വെറുതെ കറാമത്ത് പറഞ്ഞ് നിങ്ങളെ ചില ആളുകളൊക്കെ വല്ലാതെ കലാമത്ത് പറഞ്ഞിട്ട് ദീന് പൊളിഞ്ഞു? ഞാൻ ചോദിച്ചു, മൊഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹുവിന്റെ കറാമത്ത് ഇത്രയും കാലം പറഞ്ഞിട്ട് ആരെ മറുപടി പറഞ്ഞു തീർക്കാനും ആർക്കാ സാധിച്ചത്? മൊഹീദ്ദീമാല ഇപ്പോഴും ചർച്ച ചെയ്യപ്പെടുകയാണ്. അപ്പൊ അള്ളാഹുവിന്റെ ഔലിയാക്കളെ കുറിച്ച് പറയുന്നത് അവരെ ഉൾക്കൊള്ളുന്ന ആളുകൾക്കാണ്. പരിശുദ്ധ ഖുർആൻ അത് മുഅ്മിനീങ്ങൾ യഹ്ദി ബിഹി കസീറൻ വയുദില്ലു ബിഹി കസീറ. അള്ളാഹുവിന്റെ അമ്പിയാക്കളെ കുറിച്ചും ആ അമ്പിയാക്കളുടെ ഓരോരോ ചലനങ്ങളും അത് അള്ളാഹുവിന്റെ കഴിവാണ്, ഖുദ്റത്താണെന്ന് മനസ്സിലാക്കുമ്പോൾ അള്ളാഹ് ചെറുതാവുകയല്ല വലുതാവുകയാണെന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ മഹത്വം പറയുന്നത് ആ ഔലിയാക്കളെ സ്നേഹിക്കുന്ന ഒരു മില്ലത്തിന് വേണ്ടിയാണ്, അവരുടെ ഒരു ആളുകൾക്ക് കേൾക്കാനാണ്. നിങ്ങൾ ലോകത്തുള്ള എല്ലാ പിന്നെ യൂട്യൂബും കേൾക്കാൻ നടക്കുന്ന ആളാണെന്ന് വെച്ചു പറഞ്ഞ സാഹചര്യം അതിന്റെ അപ്പുറവും ഇപ്പുറവും ഒന്നും കേൾക്കാതെ ആ ഒരു പോയിന്റിൽ മാത്രം നിങ്ങൾ എന്തുകൊണ്ട് പിടിച്ചു ചോദിച്ചപ്പോ അങ്ങനെയല്ല ഇങ്ങനെയല്ല, ഇങ്ങനെ ആലിമ്യങ്ങൾ എന്നിട്ട് വിളിച്ചിട്ട് അതിന്റെ പേരിൽ അതമില്ലാതെ സംസാരിക്കാൻ പോലും ഒരു മടിയില്ലാത്ത അവസ്ഥയിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ എന്നെ വിളിച്ചതിനെ കുറിച്ചല്ല പറയുന്നത്. ആലിമ്യങ്ങളായ പണ്ഡിതന്മാർ ഇവിടെ തന്നെ ശൈഖുനയുടെ മഹത്വം ഫുൾ അങ്ങ് കേട്ടാൽ അവിടുത്തെ ജനനവും ജീവിതകാലത്ത് അവിടുന്ന് ഒരു കറാഹത്ത് പോലും ചെയ്യാത്ത അവരുടെ ജീവിതത്തെ അപഗ്രഥിക്കാൻ അവർക്ക് സമയമില്ല. എവിടുന്നാണ് ഈ തറവാട്ടിൽ നിന്ന് വന്നു, എങ്ങനെയാണ് അവിടുത്തെ ജീവിതം, എവിടെ പഠിച്ചു, അവിടുത്തെ ഉസ്താദന്മാരാണ്, എത്ര ഇൽമ അവിടുന്ന് കരസ്ഥമാക്കിയത്. പ്രഗത്ഭരായ കേരളത്തിലെ തലയെടുപ്പുള്ള ഏറ്റവും വലിയ ആലിമീങ്ങളിൽ നിന്ന് അവരുടെ എല്ലാ പ്രതിപത്തിയും നേടിക്കൊണ്ട് അഗാധമായ ഇൽമ പഠിച്ചിട്ട് ആ ഇൽമ കൊണ്ട് നേടേണ്ടതൊക്കെ നേടി ദർസ് നടത്താൻ പറ്റിയ ഉത്തരമായ കലത്തിൽ നിന്നാണ് പോയതെന്ന് നിങ്ങൾക്കറിയുമായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ അതൊന്നും ഇവിടെ അറിയില്ല. അതൊന്നും അറിയാതെ ഒരു നാട്ടിൽ അന്നപ്പോൾ ഞാൻ തന്നെ പല പ്രസംഗത്തിൽ അതുകൊണ്ട് ആവർത്തിക്കുന്നില്ല. മഹാന്മാരായ ആളുകൾ അവരുടെ ആദ്യാവസാനം പഠിക്കാൻ നമ്മൾ തയ്യാറാവണം, എന്നിട്ട് അവരിലൂടെ അള്ളാഹുവിലേക്ക് അടുക്കണം.